ഗോകുൽ ഇപ്പോൾ ഉള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലാണ്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ലെന്ന് തോന്നുന്നു, മാധ്യമങ്ങളെ രാവിലെ കാണുന്നില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ എന്തായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം ഗോകുൽ? അരുൺകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് കിളിമാനൂരിലെ പുള്ളിമാത്തിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭഗവതി വിലാസം എന്ന വീട്ടിലാണ്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി രാവിലെ ഈ ഗേറ്റ് തുറക്കാൻ പോലും കൂട്ടാക്കിയിട്ടില്ല, വീടിനുള്ളിൽ തന്നെ തുടരുകയാണ്. രാവിലെ 10 മണിക്കാണ് ദേവസ്വം വിജിലൻസ് ബെഞ്ചിന് മുൻപിൽ ഹാജരാകുകയും തുടർന്ന് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതും. പക്ഷേ ഇപ്പോഴും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാനോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ 14 സ്വർണ്ണപ്പാളികൾ എങ്ങനെ ചെമ്പായി? ഈ വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ദേവസ്വം വിജിലൻസ് തന്നെ ഈ സ്വർണ്ണപ്പാളികൾ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് ഈ പീഠങ്ങൾ നിലവിൽ ഈ വീട്ടിൽ നിന്നാണ് കണ്ടെത്തുകയും ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ട് ഇത് ഇവിടേക്ക് എത്തിച്ചു? അല്ലെങ്കിൽ ഈ വാസുദേവന്റെ കയ്യിൽ പീഠമുണ്ടെന്ന് ഈ തിരുമേനിക്ക് അറിയാമായിരുന്നു, അല്ലെങ്കിൽ പോറ്റിക്ക് അറിയാമായിരുന്നു. അതേസമയത്ത് തന്നെ വാസുദേവൻ തിരിച്ചേൽപ്പിച്ചിട്ട് അക്കാര്യം ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ല, അല്ലെങ്കിൽ ദേവസ്വം വിജിലൻസിനെ അറിയിച്ചില്ല. മറിച്ച് ഇതൊരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന ഘട്ടത്തിലാണ് ഈ വീട്ടിലേക്ക് എത്തുകയും തുടർന്ന് ബാംഗ്ലൂരിൽ അന്വേഷണം നടത്തുകയും അങ്ങനെ ഏറ്റവും അവസാനമാണ് ഈ ഭഗവതി വിലാസം എന്ന കുടുംബ വീട്ടിൽ നിന്ന് ഇപ്പോൾ നിലവിൽ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പെങ്ങളും സഹോദരി ഭർത്താവും ഒക്കെയാണ്. അപ്പോൾ ആ വീട്ടിൽ നിന്ന് കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തത്. ഇപ്പോൾ രാവിലെ 10 മണിയോടുകൂടി തന്നെ ദേവസ്വം വിജിലൻസിന് മുൻപിൽ ഹാജരാകാനാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തുള്ള വിജിലൻസിന് ഹാജരാകാനുള്ളതാണ് തീരുമാനം. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി രാവിലെ തന്നെ തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. രാവിലെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. എന്തായാലും രാവിലെ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ്. തിരുമേനി പ്രതികരിക്കുമോ? എന്തായാലും പ്രതികരണങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ട് പറയാമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രതികരിക്കാനുള്ള തയ്യാറെടുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ നീക്കുന്നത്. പ്രതികരണത്തിനില്ല, ഉണ്ടെങ്കിൽ അങ്ങോട്ട് പറയാമെന്നുള്ളതാണ് ഇപ്പോൾ പോറ്റി വന്നെത്തി പറഞ്ഞിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അതായത് സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ പാളികൾ ചെന്നൈയിൽ എത്തിക്കാൻ എന്തുകൊണ്ട് ഇത്ര ദിവസം താമസിച്ചു, 1 മാസത്തിനകം അധികം താമസിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഒരുപക്ഷെ ഹരിമോഹൻ പറഞ്ഞതുപോലെ ദേവസ്വം വിജിലൻസ് ബെഞ്ചിനും അത് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ അതിൽ അധികാര പരിധിയിൽ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും അത് സംസ്ഥാന പോലീസ് അടക്കം അന്വേഷിക്കാനാണ് നിലവിൽ തീരുമാനമായിട്ടുള്ളത്. അതിൽ ദേവസ്വം വിജിലൻസ് ബെഞ്ച് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ സ്വർണ്ണപ്പാളി, അതേപോലെ തന്നെ പീഠം വിഷയങ്ങളുള്ള ഊന്നിയുള്ള പ്രധാന ചോദ്യങ്ങളാണ്. അത് മാത്രമല്ല, എങ്ങനെ ഈ വ്യക്തിക്ക് ദേവസ്വം ബോർഡിൽ ഒരു അപ്രമാദിത്യം ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം ഹരിമോഹനും റോഷിയും. നമുക്ക് അല്പസമയത്തിനുള്ളിൽ ഈ വാർത്തയുടെ കൂടുതൽ അപ്ഡേറ്റുകളിലേക്ക് വരാം. ഇന്നലെ റിപ്പോർട്ടർ പുറത്തുവിട്ട ദൃശ്യങ്ങളായിരുന്നു ഇന്നലത്തെ വാർത്താപ്പകലിൽ മറ്റു മാധ്യമങ്ങളടക്കം പിന്തുടർന്നത്. വലിയ വിവാദമായി മാറിയ ദൃശ്യങ്ങളാണ്. പ്രേക്ഷകർക്കെതിരെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇന്നലെ ഒരു മലവെള്ളപ്പാച്ചിൽ പോലെയാണ് വന്നത്. ഒന്നിനു പിറകെ മറ്റൊന്നായി വെളിപ്പെടുത്തലുകൾ വരുന്നു, ഒന്നിനു പിന്നാലെ മറ്റൊന്നായി ദൃശ്യങ്ങൾ വരുന്നു. ഇതുവരെ നമ്മൾ കരുതിയതൊന്നുമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തത് എന്ന മട്ടിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. പല ഇടങ്ങളിലും വെച്ച് ഈ സ്വർണ്ണപ്പാളികൾ പൂജിച്ചിരുന്നു എന്നുള്ള വിവരം വരുന്നു. മൂവാറ്റുപുഴയിൽ കൊണ്ടുപോയിരുന്നു, കോട്ടയത്ത് വെച്ച് പൂജിച്ചുവെന്നും ബംഗളൂരുവിൽ കൊണ്ടുപോയി പൂജിച്ചുവെന്നും, ഒടുവിൽ ഏറ്റവും അവസാനം ബംഗളൂരുവിൽ നിന്നാണ് ശബരിമലയിലേക്ക് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതെന്ന് പറയുന്നു. പലയിടങ്ങളിലും വെച്ച് അങ്ങനെ പൂജിച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തത് അതിൽ നിന്ന് സ്വർണ്ണം അടിച്ചു മാറ്റി സമ്പന്നരാവാനൊന്നും ആയിരിക്കില്ല ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിച്ചിട്ടുണ്ടാവുക. തൻ ശബരിമലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും അതുവഴി ശബരിമലയിലെ ചില വളരെ പ്രധാനപ്പെട്ട വിശ്വാസമുള്ള ചില വസ്തുക്കൾ മറ്റുള്ളവരുടെ വീടുകളിൽ എത്തിച്ച് പൂജ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്ത് പ്രതിഫലം പറ്റിയിരുന്നോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ ഒരു വലിയ ഇടനിലക്കാരനായ ഒരു ഏജന്റായിട്ട്, വിശ്വാസത്തിൻ്റെ ഏജന്റായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അതിൽ ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പൂജിച്ചു എന്നുള്ള വിവരം ഇന്നലെ തന്നെ ജയറാം സമ്മതിച്ചു. അത് പോറ്റിയും സമ്മതിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ദൃശ്യങ്ങൾ തന്നെ നമ്മളോട് പറയുന്നു. ഫാക്ടറിയിൽ കൊണ്ടുപോയി തന്നെ പൂജിക്കുകയും കുറച്ചുപേരെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് ഇന്നലെ ദൃശ്യങ്ങളിൽ വ്യക്തമാവുകയും ചെയ്തു. ഇതൊന്നും മാനുവൽ പ്രകാരമോ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമോ അല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏറ്റവും പ്രസക്തമായ ചോദ്യം, 1999 വിജയമല്യ പൂശിയ ആ ദ്വാരപാലക ശില്പം, വിജയമല്യയുടെ അന്നത്തെ ഈ സ്വർണ്ണ പണി പരിശോധിച്ച വിദഗ്ധൻ പറയുന്നത് 2 ശില്പങ്ങളിലുമായിട്ട് 2.5 കിലോഗ്രാം വീതം സ്വർണ്ണമാണ് പൂശിയിരുന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ 5 കിലോഗ്രാം സ്വർണം 1999 തന്നെ ഈ ശില്പങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്.
എന്നാൽ അത് 26 വർഷങ്ങൾ കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ 2019 ആകുമ്പോഴേക്കും 2 പതിറ്റാണ്ടാകുമ്പോഴേക്കും അതെങ്ങനെയാണ് ചെമ്പ് മാത്രമായി തീരുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ 4-4.5 കിലോ സ്വർണം, ബാക്കി 1/2 കിലോ സ്വർണം സ്പർശം കൊണ്ടൊക്കെ പോയി എന്ന് കരുതിയാൽ പോലും ബാക്കി സ്വർണം എവിടെ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം ആ ചെമ്പ് പാളികൾക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യവും പ്രധാനപ്പെട്ടതാണ്.